ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെറിയ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സ്. ഈ ടോപ്പിക്കിൽ പറയുന്നത് എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന്. എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് എന്നല്ല, അതായത് സോഴ്സ് ഓഫ് ഡാറ്റ അല്ല പറയുന്നത്, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഡാറ്റ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതിന് ഒരു 3-4 സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സർവേ റിസർച്ച്, രണ്ടാമത് ഒബ്സർവേഷൻ, മൂന്നാമത്തത് എക്സ്പെരിമെന്റൽ റിസർച്ച്, നാലാമത്തത് സെക്കൻഡറി ഡാറ്റ റിസർച്ച്. ഈ 4 നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം സർവേ റിസർച്ച്. സർവേ റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റിനെയർ സർവേ. നമുക്ക് എന്ത് ഡാറ്റയാണോ കളക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും. അതിനൊരു സ്റ്റാൻഡേർഡ് രീതിയുണ്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ. ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതൊന്ന് ഈ സോഫ്റ്റ് കോപ്പി ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഗൂഗിൾ ഫോറംസിൽ ഈ ക്വസ്റ്റിനെയർ ഇതുപോലെ എൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ക്വസ്റ്റിനെയർ നമുക്ക് ഗൂഗിൾ ഫോറംസിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇമെയിൽ അയച്ചു കൊടുക്കുകയോ അല്ല വാട്സാപ്പിൽ സെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് അവരെ കൊണ്ട് ഫില്ല് ചെയ്ത് വാങ്ങിപ്പിക്കാം. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കാം, ആക്ച്വൽ ലെറ്റർ ഹാർഡ് കോപ്പി മെയിൽ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ടെലിഫോൺ, പണ്ടത്തെ രീതിയാണെങ്കിൽ ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്. ടെലിഫോൺ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കുന്ന ആളെ തന്നെ ടിക്ക് ചെയ്ത് പോകുന്ന രീതിയുണ്ട്. അതും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് പ്രിന്റ് എടുത്ത്, ഈ ക്വസ്റ്റിനെ പ്രിന്റ് എടുത്ത് ആൾക്കാരെ കയ്യിൽ കൊടുത്ത് ഫില്ല് ചെയ്ത് വാങ്ങിപ്പിക്കാം. അങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം. അതിനെ സർവേ റിസർച്ച് മെത്തേഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ 2-3 മോഡൽസ്, ക്വസ്റ്റ്യൻസിൻ്റെ 2-3 മോഡൽസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ സെറ്റിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളതിൽ കസ്റ്റമർ ടിക്ക് ചെയ്യണം. ഈ കിട്ടുന്ന ആള് ടിക്ക് ചെയ്ത് കൊടുക്കും. ഈ ടിക്ക് ചെയ്യാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 4 ഏതെങ്കിലും ഒരു ബോക്സിലെ ആ കസ്റ്റമർ ടിക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നാലും ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നാലും ശരി, ഇത് 2 കൂടെ ഒരുമിച്ച് ടിക്ക് ചെയ്യത്തില്ല, ഏതെങ്കിലും ഒരെണ്ണമേ ടിക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഇതിലും ഏതെങ്കിലും ഒരെണ്ണമേ സാധാരണ ടിക്ക് ചെയ്യുള്ളൂ. എന്നാൽ അതേസമയം ഈ സെറ്റിൽ നോക്കുകയാണെങ്കിൽ വേറെ ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് അവർ ചോദിക്കുന്നത്. ഇതിലിപ്പം സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്നീ ഒരു റേറ്റിംഗ് സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമറിന്റെ മൈൻഡിൽ എന്താണോ ഉള്ളത്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനനുസരിച്ചുള്ള കോളത്തിൽ ടിക്ക് ചെയ്യും. അതിപ്പോൾ സ്ട്രോങ്ലി എഗ്രി ആവാം. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇതിലും ഏതെങ്കിലും ഒരു ബോക്സിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യന് ടിക്ക് ചെയ്യുള്ളൂ. ഇനി ബാക്കി അടുത്തത് നോക്കാം. ഇവിടെ ഇപ്പം കുറച്ച് സെറ്റ് ഓഫ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും 3 ഓപ്ഷൻസ് അതേ പ്രയോറിറ്റികൾ, അതായത് ഒരു ഓർഡറിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ ഓർഡറിൽ ഫില്ല് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇത് ചോദിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ബോക്സസ് നമുക്ക് ഒരുമിച്ച് തന്നെ ടിക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇത് എങ്ങനെയാണെന്നനുസരിച്ച് ഒന്നിൽ കൂടുതൽ ബോക്സസ് ടിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ഈ എക്സാമ്പിളായിട്ട് കാണിച്ച ഈ 4 സെറ്റിലും 4 കൈൻഡ് ഓഫ് റെസ്പോൺസ് ആണ് എടുക്കുന്നത്. 4 കൈൻഡ് ഓഫ് ഡാറ്റയാണ് അവർ കളക്ട് ചെയ്യുന്നത്. ചിലതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ടിക്ക് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ റേറ്റിംഗ് സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മൈൻഡിൽ എന്താണോ അതിനനുസരിച്ചുള്ള റേറ്റിംഗ് കൊടുക്കും. ഇവിടെയാണെങ്കിൽ പ്രിഫറൻസ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്ന. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ പ്രിഫറൻസ് ഓർഡറിൽ മെൻഷൻ ചെയ്യും. ഇവിടെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബോക്സസ്, ഒന്നിൽ കൂടുതൽ റെസ്പോൺസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പം ഇത് ഓരോന്നും കളക്ട് ചെയ്യുന്ന ഓരോ കൈൻഡ് ഓഫ് ഡാറ്റയാണ്. ഇതിനെ ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇവിടെ ഈ 17-25 അല്ലെങ്കിൽ 20-35 അതുപോലെ എടുത്ത് അനാലിസിസ് ചെയ്യാനൊക്കത്തില്ല. ഇതിന് ഓരോന്നിനും പർട്ടിക്കുലർ വെയിറ്റേജ് അല്ലെങ്കിൽ വാല്യൂസ് കൊടുക്കും. അങ്ങനെ വാല്യൂസ് കൊടുത്ത് അതിനെ കൺവേർട്ട് ചെയ്യും. ഒരു യൂസബിൾ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ യൂസബിൾ ഇൻഫോർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെയാണ് പിന്നെ അനാലിസിസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ഇതിനെ പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സ്ട്രോങ്ലി എഗ്രിക്ക് 5 പോയിന്റ്സ് കൊടുക്കാം, എഗ്രിക്ക് 4, ന്യൂട്രലിന് 3, സ്ട്രോങ്ലി ഡിസഗ്രിക്ക് 1. ഇങ്ങനെ പോയിന്റ്സ് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അനാലിസിസിന് വേണ്ടിയുള്ള രൂപത്തിലോട്ട് നമുക്ക് ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ്. അപ്പം ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റിനെയർ സർവേ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ സർവേ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള 3-4 മെത്തേഡ്സ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ, നേരിട്ട് ഹാർഡ് കോപ്പി നേരിട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാൻ പറയുന്ന രീതി. പിന്നെ മെയിൽ സർവേ, ഇത് പണ്ടത്തെ രീതിയാണ്. പ്രിന്റ് എടുത്ത ഹാർഡ് കോപ്പി മെയിൽ അയച്ചു കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ ഇമെയിൽ സർവേ ആണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഫോറംസിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിങ്കിനെ നമുക്ക് അയച്ചു കൊടുക്കാം. മെയിൽ അയക്കുകയോ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്ത് വാങ്ങിക്കാം.
അല്ലെങ്കിൽ ടെലിഫോൺ ഇൻ്റർവ്യൂ. ഇതും പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ സർവേ നടത്തുന്ന ആൾ ഫോൺ വിളിക്കും, ഒരു കസ്റ്റമർ ഫോൺ എടുക്കും, അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. കസ്റ്റമറിനോട് ആ വിളിക്കുന്ന ആൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അയാൾ റെസ്പോൺസ് എന്തെന്ന് വെച്ചാൽ ഈ വിളിക്കുന്ന ആൾ തന്നെ ഈ ക്വസ്റ്റ്യനുകളിൽ ടിക്ക് ചെയ്യും. അതാണ് ടെലിഫോൺ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെലിഫോൺ സർവേ എന്ന് പറയുന്നത്. പിന്നെ ഓൺലൈൻ സർവേ, ഡയറക്റ്റ് ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോറംസിൽ തന്നെ നടത്തുന്ന ഓൺലൈൻ സർവേ. അപ്പോൾ ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനെയർ ആണ്. ഇത് ഉപയോഗിച്ചാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് സർവേ റിസർച്ച് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്ന രീതി. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ നമ്മൾ അറിയിക്കത്തില്ല നമ്മൾ അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെന്ന്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ ആൾക്കാരുടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അവർ ഏത് സെക്ഷനിലോട്ടാണ് പോകുന്നത്, ഏതൊക്കെ പോകുന്ന പാത്ത്, ആ ഫ്ലോ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാനും, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അത് ചെക്ക് ചെയ്തതിനു ശേഷം തിരിച്ചു വയ്ക്കുന്നോ അതോ ആ പോയിന്റ് ചെക്ക് ചെയ്തതിനു ശേഷം അവരത് പർച്ചേസ് ചെയ്യുന്നു, ഏതൊക്കെ സെക്ഷനിലോട്ടാണോ പോകുന്നത്, ഓരോ സെക്ഷനിൽ പോയി ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം റിക്കാർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരാൾ കാണും. അയാളായിരിക്കും മാർക്ക് ചെയ്തെടുക്കുന്നത്. കസ്റ്റമർ അറിയത്തില്ല ഇങ്ങനെ മാർക്ക് ഇവരുടെ മൂവ്മെന്റ്സും അവരുടെ ബിഹേവിയറും ഒക്കെ റിക്കാർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്ക് ചെയ്തെടുക്കുന്നു എന്ന് ആ കസ്റ്റമർ അറിയത്തില്ല. ഒന്നുകിൽ സാധാരണ ഒരു സ്മോൾ സ്കെയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഒരാൾ കാണും ഇത് റിക്കാർഡ് ചെയ്യാനായിട്ട്, ഇവരെ ശ്രദ്ധിക്കാനായിട്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരാൾ കാണും. അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കും പോലെ മുകളിലത്തെ നിലയിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ഇനി ഇതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ ക്യാമറാസ് ഉണ്ടെങ്കിൽ, CCTV ക്യാമറാസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ഈ കസ്റ്റമേഴ്സിന്റെ മൂവ്മെന്റ്സും ബിഹേവിയറും ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇതുവഴി ഒരു കസ്റ്റമർ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി ഏതൊക്കെ സെക്ഷനിലോട്ട് പോകും, ഏതൊക്കെ വഴിയായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്, ഓരോ സെക്ഷനിൽ ചെന്ന് എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നു, അവർ നോക്കിയിട്ട് അതിനെ തിരിച്ചു വയ്ക്കുന്നുണ്ടോ അതോ ആ സാധനത്തിനെ പർച്ചേസ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അവർ പർച്ചേസ് ഡിസിഷൻസ് വരുന്നത്, ഇവർ ഈ സാധനം എടുക്കുമ്പം കൂടെ വന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്താണ് സാധനം എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ഒബ്സർവ് ചെയ്തെടുക്കാം. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒബ്സർവേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പക്ഷേ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ കറക്റ്റ് ഡാറ്റ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ള മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന മെത്തേഡ്. ഇതും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്താൽ അതിന് റെസ്പോൺസ് എങ്ങനെയായിരിക്കും, അതിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, അതിലുള്ള ഫീച്ചേഴ്സ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ട്രയൽ കണ്ടക്ട് ചെയ്യാം. അവരൊരു ചെറിയൊരു ഏരിയ മാത്രം ചൂസ് ചെയ്തിട്ട് അവിടെ മാത്രം ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കും. അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, ആ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ട്രയലായിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ബാക്കി ചേഞ്ചസ് വരുത്തി ബാക്കിയുള്ള കോമൺ ആയിട്ട് എല്ലായിടത്തുമായിട്ട് വാസ്റ്റായിട്ട് പിന്നെ ലോഞ്ച് ചെയ്യും. ആ ഒരു രീതിയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന രീതി. ഇത് സാധാരണ ഈ ഓട്ടോമൊബൈൽ കമ്പനികൾ, പിന്നെ ഇപ്പോൾ മൊബൈൽ ഫോൺ കമ്പനികളൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ റിയൽമി ഫോൺസ് ആദ്യമൊക്കെ ഇന്ത്യയിലാണ് അവർ പുതിയ ഫോൺസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അത് ലോഞ്ച് ചെയ്യുന്ന മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെയാണ്. കാരണം കമ്പാരിറ്റീവ്ലി ചെറിയ മാർക്കറ്റാണ് ഈ മലേഷ്യ, ഇന്തോനേഷ്യ എന്നൊക്കെ പറയുന്നത്. അവിടെ ലോഞ്ച് ചെയ്ത് അവിടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കി സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്താണ് ഇന്ത്യ പോലത്തെ വലിയ മാർക്കറ്റിൽ അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ട്രയൽ നടത്തുന്ന രീതിയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെയുള്ള സെക്കൻഡറി ഡാറ്റ റിസർച്ച്. ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയല്ല, ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എടുത്ത് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് കമ്പനി കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും കമ്പനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ആയിരിക്കാം. അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ഡാറ്റ മാത്രം നമ്മൾ എടുക്കും. അതൊരു പക്ഷേ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസ് മറ്റ് കമ്പനികൾക്ക് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡാറ്റ ആയിരിക്കാം. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമുക്ക് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കാശ് കൊടുത്ത് തന്നെ വാങ്ങിച്ച് ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് റിസർച്ച് നടത്താനായിട്ട് സാധിക്കും. അതായത് ആക്ച്വലി ഈ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ, ഇതിൽ പറയും പോലെ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല, പകരം ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികൾ ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എടുക്കും. അതിനെയാണ് സെക്കൻഡറി ഡാറ്റ റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലൊരു ഇഷ്യൂ തന്നെ ഉണ്ടായല്ലോ, ഈ സ്പ്രിംഗ്ലർ വിവാദം എന്ന് പറയുന്ന ഒരു സംഭവം. ആ കമ്പനിയുടെ കയ്യിൽ മെഡിക്കൽ ഡാറ്റയുണ്ട്.
ആക്ച്വലി ഈ ഡാറ്റാസിൽ കിട്ടാൻ ഏറ്റവും പാടുള്ളതും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡാറ്റയാണ്. അത് വേറെ ഒരു രീതിയിലും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വന്ന ഇഷ്യൂ എന്തെന്ന് പറഞ്ഞാൽ ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് വേണമെങ്കിൽ ഈ ഡാറ്റയെ മറിച്ച് വെക്കാം, മറ്റുള്ള മരുന്ന് കമ്പനികൾക്കും എല്ലാം കൊടുക്കാം എന്നായിരുന്നു ഇഷ്യൂ ആയത്. അതായത് മാർക്കറ്റിംഗ് റിസർച്ചിന് വേണ്ടി ഈ ഡാറ്റയെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു, നമ്മൾ അറിയാതെ തന്നെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു മെഡിക്കൽ ഡാറ്റ. ഈ മെഡിക്കൽ ഡാറ്റ ആയതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആണ്, കിട്ടാൻ വളരെ പാടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഡാറ്റയാണ് ഈ മെഡിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതാണിപ്പം കിട്ടാനായിട്ട് പാട്. അപ്പോൾ അങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയെ കെയർലെസ് ആയിട്ട് ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇഷ്യൂ ആയത്. അപ്പോൾ ഇതാണ് സെക്കൻഡറി ഡാറ്റ റിസർച്ച് എന്ന് പറയുന്ന സാധനം. ആൾറെഡി മറ്റുള്ള ഏജൻസിയുടെ കയ്യിൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മളെ മാർക്കറ്റ് റിസർച്ച് നടത്താനുള്ള ഡാറ്റ മാത്രം നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. അതൊന്നീ കാശ് കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് എടുത്തിട്ട് നമ്മുടെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് സെക്കൻഡറി ഡാറ്റ റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെക്കൻഡറി ഡാറ്റ റിസർച്ച് മാത്രം കമ്പനി ആയിരിക്കത്തില്ല കളക്ട് ചെയ്യുന്ന, വേറെ ഏതെങ്കിലും കമ്പനി കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്, അതായത് എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുക എന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.